സ്കാൻബൈ ഇൻവോയ്സിന്റെ ഡാറ്റ വാലിഡേഷനെ പറ്റിയാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൻബൈ ഇൻവോയ്സിൽ വരുന്ന എല്ലാ ഫീൽഡുകളിലും ഡാറ്റകളും നമ്മുടെ സിസ്റ്റം തന്നെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഒരു ഉദാഹരണത്തിന് ഈ ഒരു ഇൻവോയ്സ് നോക്കുക. ഞാൻ എൻ്റെ ഡെവലപ്മെന്റിലേക്ക് ലോഗിൻ ചെയ്യുവാണ്. സോ ടെസ്റ്റിൽ ഞാൻ ഓൾറെഡി ഒരു EYSpaceന്റെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻവോയ്സ് ഓപ്പൺ ചെയ്യുവാണ്. സോ ഇവിടെ കണ്ടില്ലേ, ഡെബിറ്റ് ക്രെഡിറ്റ് സക്സസ്ഫുള്ളി വാലിഡേറ്റഡ്. അതായത് ആ ഇൻവോയ്സിലെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മുടെ സിസ്റ്റം തന്നെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റനെ ഞാൻ തുറന്നു. സോ എനിക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും എല്ലാ ഫീൽഡുകളും. ഇത് കറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സിസ്റ്റം പറയുന്നത്. നമുക്കിത് വെറുതെ തെറ്റിച്ചു നോക്കാം. ഏതെങ്കിലും ഒരു ഫീൽഡില് വാല്യൂ മിസ് ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നെറ്റ് എമൗണ്ടിലെ സെക്കൻഡ് കോളത്തില് ഞാൻ ഈ 4 കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. സോ സിസ്റ്റം അപ്പൊ തന്നെ അത് ഐഡന്റിഫൈ ചെയ്ത് ആ സെല്ല് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ഫീൽഡിലെ ഏത് നമ്പർ പോയാലും സിസ്റ്റത്തിന് അതപ്പോ തന്നെ മനസ്സിലാവും. ഇനിയിപ്പം ഞാൻ CGST റേറ്റ് ഇത് ഞാൻ കട്ട് ചെയ്യാം. 0 വന്നില്ല. സോ അപ്പൊ തന്നെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇഷ്യൂ ഉണ്ടെന്ന്. കാരണം ഇത് കറക്റ്റ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. CGST റേറ്റുകള്, CGST എമൗണ്ടുകള് എല്ലാം റോ വൈസിലും കോളം വൈസിലും കാൽക്കുലേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇൻവാലിഡ് CGST എമൗണ്ട്, കാരണം ഈ CGST റേറ്റ് ഇൻടു CGST ടാക്സബിൾ വാല്യൂ ആണോ CGST എമൗണ്ട് എന്ന് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ CGST റേറ്റ് തെറ്റായപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ റോങ് ആയതുകൊണ്ട് CGST എമൗണ്ട് കോളത്തിൽ ഹൈലൈഷൻ വന്നിട്ടുണ്ട്. സോ ഈ SGSTയുടെ കാര്യത്തിലും അതുപോലെ തന്നെ നമുക്ക് വേറൊരു സെല്ലിൽ പോയിട്ട് SGST കട്ട് ചെയ്ത് നോക്കാം. സോ അതുപോലെ തന്നെ ഇഷ്യൂ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തൊരു ഫീൽഡില് ഈ 2 വന്നില്ലായിരുന്നുവെങ്കിൽ ഐറ്റം എമൗണ്ട് ലൊക്കേറ്റ് ചെയ്തു, ഹൈലൈറ്റ് ചെയ്തു. വൺസ് ഇത് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് സക്സസ്ഫുള്ളി ടാലി ആവുന്നുള്ളൂ. അടുത്തൊരു ഫീൽഡ് നോക്കാം. ഇപ്പം ഒരു ഡിസ്കൗണ്ട് ഇല്ലാത്തൊരു സെല്ലിൽ ഇപ്പോൾ അഥവാ ഒരു എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് വന്നെങ്കിൽ സോ അവിടെ ആ റോയിൽ എന്തോ വിഷയമുണ്ട്, ടാക്സബിൾ വാല്യൂയുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യുന്നു. സോ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ സിസ്റ്റം മുന്നോട്ട് പോകാൻ. അടുത്തൊരു ഫീൽഡിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഈ ഒരു 7 കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ അത് ഹൈലൈറ്റ് ആയി. ഇനിയിപ്പം അടുത്ത സെല്ലുകൾ എടുക്കുകയാണെങ്കിൽ റേറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലിലാണെങ്കിൽ പോലും ആ റോ ഹൈലൈറ്റ് ആവും. ക്വാണ്ടിറ്റി ആകാം, റോ ഹൈലൈറ്റ് ആയി. ഡേറ്റിൽ തെറ്റ് പറ്റിയാലോ ഇഷ്യൂ ഹൈലൈറ്റ് ആവും. സോ വൺസ് എവറിത്തിങ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ സിസ്റ്റം നമുക്കിവിടെ സേവ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. വൺസ് ഡെബിറ്റ് ക്രെഡിറ്റ് വാലിഡേറ്റ് അല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്കത് സേവ് ചെയ്യാൻ പറ്റില്ല. സേവ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഇല്ല, എറർ വരും. സോ ഞാൻ വൺസ് അത് ഡെബിറ്റ് ക്രെഡിറ്റ് കറക്റ്റ് ആക്കിയാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് ഈ പർട്ടിക്കുലർ ഇൻവോയ്സ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഇതിപ്പം ഒരു ഇൻവോയ്സിൽ മാത്രമല്ല, ഇൻവോയ്സ് ലേഔട്ട് മാറുന്ന അനുസരിച്ച് സിസ്റ്റം തന്നെ അത് അഡോപ്റ്റ് ചെയ്ത് അതനുസരിച്ച് കാൽക്കുലേഷൻ അപ്ഡേറ്റ് ചെയ്യും. ഒരു ഉദാഹരണം കൂടെ ഞാൻ വേണമെങ്കിൽ ലൈവായിട്ട് കാണിക്കാം. സോ ഒരു ഇൻവോയ്സ് ഇപ്പൊ ലൈവായിട്ട് അപ്ലോഡ് ചെയ്യുവാണ്. സോ ഞാൻ ആ പർട്ടിക്കുലർ ഇൻവോയ്സും ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോ അപ്ലോഡ് ചെയ്യുന്ന ഇൻവോയ്സ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതിന്റെ ലേഔട്ട് നമ്മൾ നേരത്തെ കണ്ട ലേഔട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് ഒരു ഡിസ്ക്രിപ്ഷന്റെ
ഒരു കോളം ഹെഡിനുള്ളിൽ സിംഗിൾ ഡാറ്റ ആണെങ്കിൽ ഇവിടെ വരുന്നത് തന്നെ മൾട്ടിപ്പിൾ ഡാറ്റകളാണ്. ഇപ്പം എക്സ്പയറി ഡേറ്റും ബാച്ചും ഒരു കോളത്തിൽ വന്നു, MRPയും PTRും ഒരു കോളത്തിൽ വന്നു, അതുപോലെ തന്നെ റേറ്റും PTS. സോ മൾട്ടിപ്പിൾ ഡാറ്റാസ് ഒരു കോളത്തിലേക്കാണിത്. ഫസ്റ്റ് ഇതിനെ ഐഡന്റിഫൈ ചെയ്ത് സെപ്പറേറ്റ് കോളങ്ങളിലാക്കി കാൽക്കുലേഷൻസ് ആണ് ഈ ഒരു സിനാരിയോയിൽ വേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ YSFS കണ്ട പല ഫീൽഡുകളും ചിലപ്പം ഈ പർട്ടിക്കുലർ ലേ ഔട്ടിൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ലേ ഔട്ടുകൾ മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് തന്നെ സിസ്റ്റം അഡാപ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. സോ ഞാനിപ്പം ഈ പർട്ടിക്കുലർ ഡോക്ടർ റെഡ്ഡി ചെക്ക് ചെയ്യാം. സോ ഡോക്ടർ റെഡ്ഡി ചെക്ക് ചെയ്യുകയാണെങ്കിലും എല്ലാം കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സിന്റെ അകത്ത് HSനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, എക്സ്പയറി ഡേറ്റിനെ ബാച്ചിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വാലിഡേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഒരു ഫോർമാറ്റ് തെറ്റിയപ്പോൾ തന്നെ എറർ കാണിക്കുന്നുണ്ട്. ഞാനിപ്പം PTR കിട്ടിയപ്പോൾ തന്നെ ഇത് PTS PTR ഒരു വാലിഡേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിച്ചത്. സോ എല്ലാ ഫീൽഡിലും നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ വാലിഡേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് ഫീൽഡിൽ ഇഷ്യൂ വന്നാൽ പോലും സിസ്റ്റം അപ്പോൾ തന്നെ ആ ഒരു എറർ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെയും നമുക്ക് എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സേവ് ചെയ്ത് ആ പർട്ടിക്കുലർ ഇൻവോയ്സ് റിവ്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ.